വിതുര കേസിനെക്കുറിച്ച് ഓർത്ത് മുൻ ഡിജിപി ടി.പി. സെൻകുമാർ. കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട നടൻ ജഗദീഷ് ശ്രീകുമാറിനെക്കുറിച്ചും ടി.പി. സെൻകുമാർ പരാമർശിച്ചു. ജഗദീഷ് ശ്രീകുമാർ ശിക്ഷിക്കപ്പെടാതിരുന്നതിന് പിന്നാലെയുള്ള കാരണത്തെക്കുറിച്ചും സെൻകുമാർ സംസാരിക്കുന്നുണ്ട്. വിതുര കേസ് വൈകാരികമാണ്. 15 വയസ്സുള്ള പെൺകുട്ടിയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് വേശ്യാവൃത്തി കേസിൽ ഒരു പെൺകുട്ടിയെ പിടിച്ച ശേഷം ആ പെൺകുട്ടിയെ മൊഴിയെടുത്ത് റേപ്പിൽ കേസെടുക്കുന്നത്. ആ കുട്ടി അന്ന് നിരക്ഷരയാണ്. വുമൺസ് അഡ്വക്കേറ്റ് അസോസിയേഷനിലെ 2 വനിതകളെ കൂടി ഇരുത്തി കുട്ടിയുടെ ഉമ്മയും ഇരുത്തിയാണ് മൊഴികൾ എടുത്തത്. 31 വർഷം കഴിഞ്ഞു. അവർ അഭയത്തിലാണ് താമസിക്കുന്നത്. വിദ്യാഭ്യാസം കൊടുത്ത കുറേ കാര്യങ്ങൾ അവരെ പ്രാപ്തരാക്കി. അതിനിടയിൽ അവർക്കൊരു വിവാഹ പ്രപ്പോസൽ വന്നു. അവർ കൂടി സമ്മതിച്ച് ആ വിവാഹം നടത്തിക്കൊടുത്തു. അവർക്ക് കുട്ടികളൊക്കെ ഉണ്ട്. അവരുടെ ഭർത്താവിന് ജോലി നഷ്ടമാണെന്ന് പറഞ്ഞ് ഏകദേശം 2-3 മാസം മുമ്പ് എന്നെ വിളിച്ചിരുന്നു. എൻ്റെ നമ്പർ അവർ സൂക്ഷിച്ചു വെച്ചിരുന്നു. അവർക്കൊരു ജോലി വാങ്ങിച്ചു കൊടുക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നത്. ഞാനൊരു ഓഫീസറോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഇരകൾക്ക് ആശ്രയത്വം വേണ്ടിവരുന്നു എന്നുള്ളതാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ സുകുമാരിയുമായി മാഡം ഉണ്ടായതുകൊണ്ട് എനിക്ക് എളുപ്പമായിരുന്നു. എല്ലാ കാര്യങ്ങളും അവർ നോക്കുമായിരുന്നു. അവർക്ക് സാമാന്യം ഭേദപ്പെട്ട നീതി ലഭിച്ചത്. ഒന്നാം പ്രതിക്ക് നല്ല ശിക്ഷ കിട്ടി. ഒരു മാസം മുമ്പ് 25 വർഷം കടവ് ശിക്ഷ വീണ്ടും കൂട്ടക്കിട്ടി. ഈ കേസുകളിലുള്ള വിചാരണ വന്നത് 18ഉം 19ഉം വർഷം കഴിഞ്ഞിട്ടായിരുന്നു. ജഗതി അടക്കമുള്ളവരുടെ കേസിൽ അവർ ഹാജരായിട്ടില്ല. കാരണം അവരുടെ പേഴ്സണൽ ലൈഫ് അടക്കം അത് ബാധിക്കും. ഒന്നാം പ്രതിയുടെ കേസിൽ അവർ ഹാജരാകും എന്ന ഉറപ്പുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ഒന്നാം പ്രതിക്ക് ശിക്ഷ കിട്ടി. 18ഉം 19ഉം വർഷം കഴിഞ്ഞതിനാൽ അവരുടെ വിവാഹ ജീവിതത്തെ ബാധിക്കാതിരിക്കാൻ അവരെടുത്ത പ്രിക്കോഷനായിരുന്നു അത്. പീറ്റർ ബാബു, ലക്ഷ്മിക്കുട്ടി തുടങ്ങിയ ഓഫീസർമാരാണ് കേസന്വേഷണത്തിൽ പ്രധാന പങ്ക് വഹിച്ചതെന്നും ടി.പി. സെൻകുമാർ പറഞ്ഞു. വ്യക്തിജീവിതത്തിൽ ജഗദീഷ് ശ്രീകുമാറിനെക്കുറിച്ച് പലർക്കും പല അഭിപ്രായമുണ്ട്. ചിലർക്ക് ജഗതി ദേഷ്യക്കാരനായ സഹപ്രവർത്തകനാണ്. ചിലർക്ക് ജഗതി വളരെ നല്ല രീതിയിൽ പെരുമാറിയ സഹപ്രവർത്തകനും. ജഗതിയുടെ ദേഷ്യത്തെക്കുറിച്ച് പല അഭിനേതാക്കളും സംസാരിച്ചിട്ടുണ്ട്. വാഹനാപകടത്തിൽ പരിക്ക് പറ്റിയ ശേഷമാണ് നടൻ സിനിമാരംഗത്ത് നിന്ന് അകന്നത്. കേസും മറ്റ് വിവാദങ്ങളും ജഗതിയെ ബാധിച്ചിരുന്നു.